ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? തുടങ്ങാമല്ലോ. 1001 രാത്രിയിലെ 33ാമത്തെ കഥയുടെ 8ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സ്നേഹപ്രിയയുടെയും അലിനൂറിൻ്റെയും കഥ. സ്നേഹപ്രിയയും അലിനൂറും ബാഗ്ദാദിലെ ഖലീഫയുടെ ഉദ്യാനത്തിലെത്തിയതും അവിടെ കാണുന്ന കാഴ്ചകളെക്കുറിച്ചുമാണല്ലോ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്ന് കേട്ടോളൂ. ഉദ്യാന ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന അലിനൂറിനെയും സ്നേഹപ്രിയയും ഉദ്യാനത്തിലെ കാവൽക്കാരനായിരുന്ന ഇബ്രാഹിം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഇബ്രാഹിം അവർക്ക് ആഹാരം നൽകി. ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് അലി ആതിഥേയനോട് ചോദിച്ചു, ഇബ്രാഹിം, ഇവിടെ കുടിക്കാൻ എന്തുണ്ട്? ഇബ്രാഹിം ആകട്ടെ ഒരു പിഞ്ഞാണം നിറയെ ശുദ്ധജലം കൊണ്ടുവന്നു. അപ്പോൾ അലിനൂർ പറഞ്ഞു, ഇതല്ല എനിക്ക് ആവശ്യം. വീഞ്ഞാണോ വേണ്ടത്? ഉവ്, അത് തന്നെ. അല്ലാഹു പൊറുക്കട്ടെ, അതുമാത്രം എനിക്കിഷ്ടമല്ല. 13 വർഷമായി ഞാനത് കൈകൊണ്ട് തൊട്ടിട്ട്. മദ്യം കുടിക്കുന്നവനും ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും ശപിക്കപ്പെട്ടവനാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഉപായം പറയാം. നിങ്ങൾ മദ്യം കുടിക്കാതെയും വാങ്ങാതെയും ഉണ്ടാക്കാതെയും ഇരുന്നാൽ പാപമില്ലല്ലോ? അലി ചോദിച്ചു. ഇല്ലെന്ന് തോന്നുന്നു. എങ്കിലിതാ 2 ദിനാറും 2 ദർഹവും. ഉടനെ കഴുതപ്പുറത്ത് കയറി ചന്തയിൽ പോവുക. അവിടെ പനിനീരും മറ്റും വിൽക്കുന്ന കടയുടെ പിൻവശത്ത് ചെന്നാൽ മതി. അത്തരം കടകളുടെ പിൻവാതിൽ വഴി മദ്യം കിട്ടും. അതുവഴി കടന്നു പോകുന്ന ആരോടെങ്കിലും 2 ദിനാറിന് വീഞ്ഞു വാങ്ങിത്തരാൻ പറയണം. 2 ദർഹം അതിനയാൾക്ക് കൊടുക്കേണ്ട കൂലിയാണ്. അയാൾ വാങ്ങിത്തരുന്ന വീഞ്ഞുമായി നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി. ഞാൻ കുടിച്ചു തീർക്കും. പാപം കിട്ടാവുന്ന പ്രവൃത്തികളൊന്നും ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് സമാധാനിക്കുകയുമാവാം. അത് കേട്ട് ഇബ്രാഹിം ചിരിച്ചു. നിങ്ങൾ ആളൊരു ബുദ്ധിമാൻ തന്നെ. ദൈവത്തെ ഓർത്ത് വേഗം പോയി വരൂ. അലി ധൃതി കൂട്ടി. കൊട്ടാരത്തിൽ ധാരാളം വീഞ്ഞു ശേഖരിച്ചിട്ടുണ്ടെന്ന വസ്തുത അതുവരെ രഹസ്യമാക്കി വച്ച ഇബ്രാഹിം നിലവറയുടെ താക്കോലെടുത്ത് നീട്ടി അലിയോട് പറഞ്ഞു, ഖലീഫ ഇവിടെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ സൽക്കരിക്കാനായി സൂക്ഷിച്ചിട്ടുള്ള മദ്യം നിലവറയിലുണ്ട്. അകത്ത് ചെന്ന് ഇഷ്ടം പോലെ കുടിക്കാം. നിലവറയിൽ കടന്ന അലി അത്ഭുതപ്പെട്ടു. നിരനിരയായി പലതരം പാത്രങ്ങളിൽ വിശിഷ്ടങ്ങളായ മദ്യങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നു. അവയിൽ നിന്നും അപൂർവങ്ങളായവ തിരഞ്ഞെടുത്ത് സ്വർണ്ണ ചഷകങ്ങളിൽ നിറച്ച് യുവാവും യുവതിയും ആസ്വദിച്ചു തുടങ്ങി. കൂട്ടത്തിലൊരു സ്ത്രീ ഉള്ളതുകൊണ്ട് ഇബ്രാഹിമാകട്ടെ അല്പം മാറിയാണ് ഇരിക്കുന്നത്. വീഞ്ഞിൻ്റെ ലഹരി കമിതാക്കളുടെ കവിൾത്തടങ്ങൾ അരുണാഭമാക്കി. മാൻമിഴികളിലെ നോട്ടം ഒരിടത്തും ഉറയ്ക്കാതെയായി. സ്നേഹപ്രിയയുടെ ചിഗുരഭാരം അഴിഞ്ഞു വീണു. വൃദ്ധനായ ഇബ്രാഹിമിന് പോലും ആ യുവാക്കളോട് അസൂയ തോന്നി. ഇത്തരത്തിലുള്ള സുന്ദരീ സുന്ദരന്മാരുടെ സാമീപ്യം ഒരസുലഭ വസ്തുവാണ്. ഞാൻ എന്തിന് അത് ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ച് ഇബ്രാഹിം അവരുടെ അടുത്തു ചെന്നു. അലിനൂർ ഒരു പാത്രം വീഞ്ഞ് വൃദ്ധന്റെ നേർക്ക് നീട്ടി. ഇത് കുടിച്ചു നോക്കൂ, മനക്ലേശം മാറും. ഇതിൻ്റെ ആകർഷണ വലയത്തിൽ പെടാതെ അല്ലാഹു എന്നെ രക്ഷിക്കട്ടെ, ഇബ്രാഹിം പറഞ്ഞു. 13 വർഷമായി ഇതിൻ്റെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനിടെ 2 തവണ ഹജ്ജിന് പോവുകയും ചെയ്തു. വൃദ്ധനെ ലഹരി പിടിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്ന അലി 2-3 കപ്പ് വേഗം അകത്താക്കിയിട്ട് മയങ്ങിയതുപോലെ നിലത്ത് വീണ് ഉറക്കം നടിച്ചു. അപ്പോൾ സ്നേഹപ്രിയ ദയനീയമായി ഇബ്രാഹിമിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇബ്രാഹിം, ഇത് കണ്ടോ? ഇയാൾ ഈ വിധത്തിലാണ് എന്നോട് പെരുമാറുന്നത്. എന്നും ഇതാണ് പതിവ്. കുടിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങും. 2 വാക്ക് ഉരിയാടാൻ എനിക്ക് ആരുമില്ല. കൂട്ടിനാരും ഇല്ലെങ്കിൽ പിന്നെ ഒരു പാത്രം വീഞ്ഞു കുടിച്ചു തീർക്കുന്നത് എങ്ങനെയാ? കേൾക്കാൻ ആളില്ലെങ്കിൽ പാട്ടുപാടി രസിക്കുന്നത് എങ്ങനെ? അവളുടെ നോട്ടവും ദീർഘനിശ്വാസവും വൃദ്ധ മനസ്സിനെ ഇളക്കി. അയാൾ പറഞ്ഞു, അത് ശരിയാണ്. പെൺകുട്ടി ഒരു പാത്രം വീഞ്ഞ് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ഇത് കുടിക്കണം എന്നപേക്ഷിച്ചു. ഇബ്രാഹിം കുടിച്ചു. 1 കപ്പ് കൂടി, വീണ്ടും 1 കപ്പ് എന്നിങ്ങനെ ലഹരി തലയ്ക്ക് പിടിക്കുന്നത് വരെ അയാൾ കുടിച്ചു. അപ്പോൾ അലിനൂർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ഈ അവസരത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നത് കണ്ട് ഷഹറസാദ് ഔചിത്യപൂർവ്വം കഥയുടെ ശേഷിച്ച ഭാഗം
അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. അടുത്ത രാത്രി ആഗതമായപ്പോൾ അവർ പറഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന അലി ഇബ്രാഹിമിനോട് പറഞ്ഞു, നിങ്ങൾ ആള് കൊല്ലാലോ, അല്പം മുമ്പല്ലേ പറഞ്ഞത് മദ്യം കൈകൊണ്ട് തൊടുക പോലും ഇല്ലെന്ന്. ഇബ്രാഹിമിന് നാണമായി. സ്നേഹപ്രിയ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അവർക്ക് വീണ്ടും ചിരിക്കാനുള്ള വകയായി. പെൺകുട്ടി അലിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ഇദ്ദേഹത്തെ കളിയാക്കിയത് മതി, ചിരിക്കാൻ ഇനിയും അവസരം കിട്ടും. രണ്ടുപേരും വീണ്ടും ഗ്ലാസ് നിറച്ചു. കുറേ നേരം മിണ്ടാതിരുന്ന ഇബ്രാഹിമിനും കൊതി മൂത്തു. അയാൾ ചോദിച്ചു, ഇങ്ങനെയാണോ സ്നേഹിതനോട് പെരുമാറുന്നത്? നിങ്ങൾ കുടിക്കുമ്പോൾ ഞാൻ വെറുതെ നോക്കിയിരുന്നോണ്ട് മതിയോ? അത് കേട്ട് അലിയും സ്നേഹപ്രിയയും പൊട്ടിച്ചിരിച്ചു. കുടിച്ചും തമാശ പറഞ്ഞും വീണ്ടും കുറേ നേരം പോയി. ഇനി അവിടെ നടക്കുന്നത് കേൾക്കാൻ കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടൻ തന്നെ. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.